ചങ്ങായിമാരെങ്ങോട്ടും നോക്കിയാൽ നിങ്ങൾ ഒരു പറ്റ യുവാക്കള് നമ്മളെ നാട്ടിലുള്ളതാണ്. അവരിതാ റോഡ് സൈഡിൽ മണ്ണടിഞ്ഞ് മഴ, ഇന്നത്തെ മഴയൊക്കെ നിങ്ങൾക്ക് അറിയാം, പെരുമഴയിന്. അതേപോലെ എല്ലാ വർഷവും തുടക്കത്തിൽ മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ മണ്ണടിഞ്ഞ് കൂടിയതാ ഡ്രെയിനേജിന്റെ ഓൾസ് ഒക്കെ അടിഞ്ഞൊരു അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഉമ്മയിലുള്ള ഒരു പറ്റം വ്യാപാരികളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും പ്രവാസികളുടെ നാട്ടിലുള്ള പ്രവർത്തകരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പൊ അവിടെ മജീദാക്കുണ്ട്, അതുപോലെ സിദ്ദീഖ് മാസ്റ്റർ, ഒരുപാട് ആളുകൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെന്താ പറയുക സംഗതി, നമ്മളെ കാട്ടി അറിഞ്ഞ എങ്ങനെയാണ് ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപകടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴക്കാലം വന്ന ഒരു ദുരിതപ്പെയ്ത്താണ് ഇവിടെ. കാരണം നമ്മളൊക്കെ ആലങ്കാരികമായിട്ട് പറയില്ലല്ലോ. കാരണം ദുരിതപ്പെയ്ത്ത് മഴ എന്നൊക്കെ പറഞ്ഞ മഴന്റെ ഇതെന്താന്ന് വെച്ചാല് 1 കിലോമീറ്റർ അപ്പുറത്തെടുക്കണം കാടപ്പടിയിൽ നിന്ന് ഇങ്ങോട്ട് മഴവെള്ളം ഒഴുകി വരും. അതുപോലെ തന്നെ സ്ലോപ്പായ സ്ഥലം, താന്ന സ്ഥലം ഇവിടെ. അതുപോലെ തന്നെ യാറായിപ്പൂർ മാർക്കറ്റ് ഊഞ്ഞാല വളവ് എന്നുള്ള വെള്ളം മൊത്തം കിട്ടുന്നത്. അതുപോലെ നജാത്ത് സ്കൂളിന്റെ റോഡിന് പോകുന്ന വെള്ളം, ഈ 3 സ്ഥലത്തു നിന്നുള്ള മൊത്തം വെള്ളം സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് ഇവിടെ. ഇവിടെ ഈ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇപ്പൊ ഇതിലെന്താന്ന് വെച്ചാല് ഇവിടെ നിരവധി യാത്രക്കാർ ഇപ്പൊ സ്കൂൾ അടച്ചിരിക്കുകയും കൂടി നജാത്ത്, അൽഫല ഈ 2 സ്കൂളുകൾ ഇവിടെ ഉണ്ട്. ഈ 2 സ്കൂളുകളുള്ള വിദ്യാർത്ഥികൾ, അവിടുത്തെ 2 മദ്രസ, പിന്നെ നിരന്തരം ഒരു തിരക്കേറിയ റൂട്ടും കൂടി ആകുമ്പോൾ ഇവിടെ യാത്ര ശരിക്കും ദുസ്സഹമാണ്. ഇതിലെന്താന്ന് വെച്ചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ നിർമ്മാണം ഇതിനുള്ള സംഭവം. കാരണം എന്താ, ഡ്രെയിനേജ് നിർമ്മിക്കാതെ 2 സൈഡും താത്തിയിട്ട് ഇവിടെ ഡ്രെയിനേജ് ഇല്ല. ആകെ ഈ ഓവുചാലാണ്. ഈ ഓവുചാൽ തന്നെ മുമ്പ് ഞങ്ങളെ പോലത്തെ കുറെ പൊതുപ്രവർത്തകർ ഇടപെട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ ഇത്രയും ഇതിനെക്കാട്ട് ദുഷ്കരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതിന് അശാസ്ത്രീയമായ നിർമ്മാണത്തിന് അപാകത തിരുത്താൻ വേണ്ടി PWD ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ മരങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ തൊപ്പപ്പുഴി വരുന്നുണ്ട് ഇവിടെ അപ്പുറത്തെ മട്ടിമരം, ആ മരം മുറിക്കാൻ നിരന്തരം ഞങ്ങൾ അപേക്ഷ കൊടുത്ത് PWDയിലും വനം വകുപ്പിലും അപേക്ഷ കൊടുത്തിട്ട് ഒരു മരം പുഴി ഒരു കാരണമല്ല മരം മുറിക്കാനെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രദേശത്തുള്ള യാത്രക്കാർക്ക് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഈ സംഗതി നടക്കണില്ല. ഇന്നിപ്പോ എന്താണെന്ന് വെച്ചാല് ഞാനിവിടെ ഒരു ചായക്കട എടുത്തുന്ന വ്യക്തിയാണ്. അപ്പൊ നിരന്തരം നമ്മളെ കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് ഞങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയ ഇവരൊക്കെ എന്താ ഞങ്ങൾ തുടങ്ങുമ്പോൾ 4-5 പേരുള്ളിരുന്നു. ഇതിലിപ്പോ ഇല്ലാത്ത കുറെ ആളുകളുണ്ട് വന്നു പോയ. കാരണം എന്താണ്, നല്ല സുമനസ്സിനായ ഒരുപാട് ഒരു പറ്റ ചെറുപ്പക്കാർ, ഇവർ പല ജോലിയുള്ള ആളുകളാണ്. ആരും വെറുതെ കൊണ്ടല്ല, ഓരോ ജോലിന്റെ ഭാഗമായിട്ട് അതിന്റെ ഇടപാടിയിൽ ഓരോരുത്തർ വന്ന് ചെയ്തതാണ്. ഈ സദുദ്യമത്തിന് ഇവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു വ്യാപാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദനം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ വ്യാപാരികളൊക്കെ ഇവർക്ക് വേണ്ട ചായ വെള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് നമ്മളെ ഒരു 2 സ്കൂള് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതേപോലെ മദ്രസ, അങ്ങനെ കുട്ടികൾ ഒരുപാട് പോകുന്ന സ്ഥലമാണ്. നല്ല മഴ പെയ്താൽ ഇവിടെ നന്നായിട്ട് വെള്ളം നിറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. റോഡ് സൈഡിലെല്ലാം മണ്ണടിഞ്ഞിട്ട് ആ ഓവുചാലുകളെല്ലാം അടിഞ്ഞു കിടന്നതായിരുന്നു ആ കാണുന്നതെല്ലാം. അതൊക്കെ ഇന്ന് ഈ ചെറുപ്പക്കാരുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് അത്രയും അധികം നമ്മൾ മണ്ണ് മാറ്റി ആ ഓടകളെല്ലാം കൃത്യമായി റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഇവർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ചായക്കടയിലേക്ക് വന്ന ആളുകളാണ്, പെട്ടെന്ന് തോന്നിയ ഒരു ആശയമാണ്. അവിടെ നിന്ന് എല്ലാവരും കൂടി അങ്ങനെ ഒരു 2-3 ആളുകൾ മുന്നിട്ടങ്ങ് ഇറങ്ങി, ബാക്കി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം. ഇനി ഇതിനൊരു കുറവുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിന്ന് രാവിലെ കട തുറക്കാൻ വന്ന സമയത്ത് ഇവര് 2-3 ആളുകൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ പെയ്തുകൊണ്ട് ഇവിടെ വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ വണ്ടികളും അതുപോലെ തന്നെ 2 മദ്രസയിലും കൂടെ കുട്ടികളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് ഇപ്പൊ രാവിലെ ഇത് കണ്ട സമയത്ത് ഞാൻ അവിടുന്ന് ഇവരൊക്കെ കൂടാൻ തോന്നി. അത് കണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പോ ഏകദേശം ഇപ്പോൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയമായിട്ട് അവസാനിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ല എത്രത്തോളം മണ്ണ് ഇവിടെ എടുത്ത് അത്രത്തൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇവരൊക്കെ കൂടി കൊടുക്കണമെന്ന് തോന്നി. ആ ഒരു മനസ്സിനെ നമ്മൾ പ്രത്യേകം പ്രശംസിക്കുകയാണ് ഇവരെ. ഇതില് എന്താണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് രാവിലെ ഇത് തുടങ്ങിയിട്ട് നമ്മളെ ഈ കുറെ ആളുകൾ ഇതിലിപ്പോ പറഞ്ഞാൽ പേരെടുത്ത് പറയാക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. നമ്മളെ റഹീം, സിദ്ദീഖ്, അതുപോലെ തന്നെ നിസാർ, നമ്മളെ പയ്യൻസ്, സലാം, നമ്മളെ തൊട്ടിൽ സലാം, ഇവരൊക്കെ എന്താണ് രാവിലെ 8:45-9 മണിക്ക് ചായ കുടിക്കാൻ വന്നപ്പോ തുടങ്ങിയ പണിയത്. അതുപോലെ തന്നെ അമീർ ഹുസൈൻ വന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് എല്ലാ പ്രവർത്തിക്കും. ഇതിലിപ്പോ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്, ഇത് കണ്ടിട്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കും. ഏത് റോഡ് ശുചീകരണം, കാടുവെട്ടല്, ഇങ്ങനത്തെ ഒരുപാട് ശുചീകരണ പ്രവർത്തികളെ കുറെ ആളുകൾ കൂട്ടിയിട്ട് ചെയ്യും. അവിടെയൊക്കെ ഒരു ബക്കറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലായിടത്തും. ഇവിടെ അതുപോലെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് നിങ്ങൾക്ക് എന്ത് ഫണ്ട് വേണോ, എന്താ ചായ വെള്ളം എന്നൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്ന അവരോടൊക്കെ നല്ല മനസ്സോടുകൂടി സന്തോഷപൂർവ്വം അത് നിരസിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം ഇവരൊന്നും ഒരു എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ട് പണി ചെയ്യുന്ന ആളുകളല്ല ഇവരൊന്നും. നിങ്ങൾ എന്നെ പറ്റിയില്ല വന്നപ്പോഴല്ലേ ഞങ്ങൾ നിങ്ങളെ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഇത് ആഗ്രഹിക്കുന്ന ആളുകളല്ല, പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇനി ഊർജ്ജം നൽകാന് എല്ലാവരും പല സ്ഥലത്തും ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടാവും റോഡ് സൈഡിലൊക്കെ. അപ്പൊ എന്താണെന്ന് വെച്ചാല് അധികാരികൾക്ക് എല്ലായിടത്തും ഈ സമയത്ത് എത്തിപ്പെടാൻ കഴിയില്ല.
അപ്പൊ സ്കൂളിന്റെ പരിസരം മറ്റുള്ള സ്ഥലത്തൊക്കെ ഇത്ര ചെറുപ്പക്കാര് ഇത് മുന്നിട്ട് ഇറങ്ങണം എന്നുള്ള ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് ഓരോ തൊഴിലിന്റെ ഇടയിൽ അപ്പൊ നേരത്തെ അമ്മത് പറഞ്ഞ് ഓനോ അതൊരു ഷോപ്പ് എടുത്തുന്ന ആളാ, ഇപ്പോഴത്തെ ബേക്കറിക്കാരെ ഷാക്കിർ, ഇവരൊക്കെ ഒരു ഷോപ്പ് എടുത്തുന്ന ആളുക. അവരൊക്കെ അതിന്റെ ഇടയിൽ തിരക്കിന്റെ ഇടയിൽ വന്നിട്ടാണ് ഇതിനോട് എന്തെന്ന് ഐക്യദാർഢ്യപ്പെട്ടത്. കാരണം ഓരോ കണ്ട ശാരീരികമായിട്ടുള്ള എല്ലാം സാമ്പത്തികമായിട്ടും ചെയ്യാൻ കഴിയണമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാഗത്തും കാണണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് രാവിലെ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോഴും സമയം 2:30 മണിയായി തുടങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഈ ഉച്ചയ്ക്ക് ഈ വെയിലും ഭാഗമൊക്കാതെ നമ്മൾ ഈ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരം പല ഭാഗത്തും ഇത്തരം അവസ്ഥ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ എല്ലാ ചെറുപ്പക്കാരും ഒത്തൊരുമിച്ച് വന്നാൽ നമ്മളെ സ്കൂളൊക്കെ തുറക്കേണ്ട സമയമായി തുടങ്ങി. ഈ സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് ഈ പരിസരത്തെ പ്രദേശത്തുള്ള എല്ലാം ശുചീകരിച്ച് നാട് നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അറിയാം ഇന്നലെ പെയ്ത മഴ കനത്ത മഴയായിരുന്നു. അതിൽ ഒലിച്ചു വന്ന വെള്ളത്തിന്റെ കൂടെ മണ്ണും ചെരക്കലും വന്നുകൊണ്ട് ഇവിടെ അടിഞ്ഞു കൂടിയ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഒരു അപകട സാധ്യത അല്ലെ. ചെരക്കലൊക്കെ അടിഞ്ഞു കൂടി വണ്ടിന്റെ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സേവനം ചെയ്യാൻ ഇവർക്ക് തോന്നിയതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്, കുറെ അപകടങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നന്മയാർന്ന പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.